തുടങ്ങുന്ന കേരളത്തിലെ തദ്ദേശ വോട്ടെടുപ്പിൽ എല്ലാ വിഷയങ്ങളും കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വികസന വിഷയങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആരോപണങ്ങളുണ്ടായിരുന്നു. അനവധി വിഷയങ്ങൾ കേരളത്തിൽ പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ധനവില വീണ്ടും റെക്കോർഡിലേക്ക് എത്തുകയാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യമൊട്ടാകെ. BJP പറയുന്നത് ഇന്ധനവില കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ ആകില്ല. മലയാളികളുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന മറ്റു വിഷയങ്ങൾ ഉണ്ട്, അതാണ് പരിഗണിക്കേണ്ടത് എന്നാണ്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സാധാരണ മനുഷ്യന്, ഒരു സാധാരണ വോട്ടർക്ക് ഈ ഇന്ധനവില നാളത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകുമോ ശ്രീ സമ്പത്ത്? ഷാനെ, ഈ ഇന്ധന വില വർധനവ് എന്നുള്ളത് ആരോപണമാണോ അതോ വസ്തുതയാണോ? തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി നമ്മുടെ മുമ്പിൽ കുറേ വസ്തുതകളും ജീവിത അനുഭവങ്ങളും ഒപ്പം ഈ പറഞ്ഞ ആരോപണങ്ങളുമെല്ലാം ചർച്ചാ വിഷയമാകുമല്ലോ. ഇവിടെ 10-11 ദിവസക്കാലം തുടർച്ചയായി ഇന്ധനവില വർദ്ധിപ്പിച്ച് പെട്രോളിന് 85 രൂപയ്ക്കപ്പുറവും ഡീസലിന് 76 രൂപയ്ക്കപ്പുറവും ആക്കി വച്ചിരിക്കുന്നു എന്നുള്ളത് ആരോപണം ആണോ? 2, തുടർച്ചയായി ഇങ്ങനെ ഒരു 10-12 ദിവസക്കാലം, കഴിഞ്ഞ 16 ദിവസം എടുത്താൽ ഇങ്ങനെ വിലവർദ്ധനവ് ഉണ്ടായി എന്നുള്ള കാര്യം ഇത് ആരോപണമാണോ? 2. 3, ഈ മാർച്ച് 14 മുതൽ മെയ് 5 വരെയുള്ള കാലയളവിൽ അപ്പോൾ ആദ്യം വില വർദ്ധിപ്പിച്ചത് പെട്രോളിനും ഡീസലിനും ഒക്കെ വില വർദ്ധിപ്പിച്ചത് അത് ഏതാണ്ട് 3 രൂപ ചില്ലറ പൈസ വീതമൊക്കെയാണ് വില വർദ്ധിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വില വർധനവായി തന്നെ വരുന്ന നിലയിലേക്ക് 13 രൂപയും 10 രൂപയും യഥാക്രമം അങ്ങനെ വർദ്ധിപ്പിച്ചു. ഇതും ആരോപണമാണോ? ഗ്യാസിന്റെ വിലയിൽ LPG, നമ്മുടെ എല്ലാം വീട്ടിൽ എന്തായാലും പാചകവാതകത്തിന്, എന്റെ ചങ്ങാതി ശിവശങ്കറിന്റെ വീട്ടിലടക്കം പാചകവാതകം ഉപയോഗിച്ച് തന്നെയായിരിക്കുമല്ലോ അവിടെ ഭക്ഷണം പാചകം ചെയ്യുക. ഈ വോട്ടർമാരായിട്ടുള്ളവർ, ഇനി വോട്ട് ചെയ്യാൻ പോകുന്നവരാവട്ടെ വോട്ട് ചെയ്യാൻ പോകാത്തവരാവട്ടെ, നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ഭക്ഷണം പാചകം ചെയ്യാനായി കിറ്റ് 58-59 ലക്ഷം ആളുകൾക്ക് APL BPL വ്യത്യാസമില്ലാതെ അവർക്ക് സൗജന്യമായി കിട്ടുന്നുണ്ട്. അതൊക്കെ കാര്യം ശരി തന്നെ. അതിലൊന്നും ഈ ഇന്ത്യ ഗവൺമെന്റ് നൽകുന്നതായിട്ടുള്ള ഒരു സൗജന്യവും അതിനകത്തില്ല. അതും കൂടി ആ ചങ്ങാതി ഒന്ന് മനസ്സിലാക്കണം. ഈ പറയുന്നത് പെട്ടെന്നൊരു 50 രൂപ 50 പൈസ എന്നുള്ള നിലയിലേക്ക് വർധന ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, എത്ര മാസമായി ബാങ്കിലെ അക്കൗണ്ടിൽ വരേണ്ടുന്ന സബ്സിഡി വരുന്നില്ല, അതും ആരോപണമാണോ? ഇതെല്ലാം വാസ്തവമല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. ഇനി ഞാൻ ഈ പറഞ്ഞ ഒരു കാലയളവുണ്ടല്ലോ, ഏത് മാർച്ച് 14 മുതൽ മെയ് 5 വരെ 2 ലക്ഷം കോടി രൂപയാണ് ഒറ്റയടിക്ക് ആ സമയത്ത് കോവിഡിന്റെ ആരംഭകാലത്ത് മാത്രം ഇന്ത്യ ഗവൺമെന്റിന്റെ കീശയിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ആരുടെയും കീശ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ അടുത്തിരിക്കുന്ന ശ്രീ ശബരിനാഥ് ഉൾപ്പെടെയുള്ള, അല്ല ഇനി ഷാനിയുടെ പേഴ്സിലുള്ള ഉൾപ്പെടെയുള്ളത് പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നതെല്ലാം ഇതെല്ലാം വെറും ആരോപണമാണ്, യാഥാർത്ഥ്യമല്ല എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർദ്ധനവിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഏതാ? 2ാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് പെട്രോളിന്റെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞത്, അതിന്റെ വില നിശ്ചയിക്കാൻ കമ്പനികൾക്ക് അധികാരം നൽകിയത്. അന്ന് BJP പറഞ്ഞു ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു. ഈ BJP കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പറഞ്ഞത് ഞങ്ങൾ 50 രൂപയായി ഇതിന്റെ ഈ ഇന്ധന വില എന്നുള്ളത്, ഡീസലിന്റെ വില 50 രൂപയായി നിജപ്പെടുത്തുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല പറഞ്ഞത്, പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഞങ്ങൾ ഏകീകരിക്കുമെന്ന് പറഞ്ഞു. പെട്രോളിന്റെ വിലയോടൊപ്പം തന്നെ ഡീസലിന്റെ വിലയും കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണോ ഏകീകരണം ഉണ്ടാവുക? ഇത് ആരോപണമാണോ? അല്ലല്ലോ. ഇനി 277% ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ഈ പറയുന്ന ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ, പ്രത്യേകിച്ചും പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയുടെ ആ വില എന്ന് പറയുന്നത് 277% ഇന്ത്യ ഗവൺമെന്റിന്റെ നികുതിയും ആ നികുതികളോടൊപ്പം തന്നെ വാല്യൂ ആഡഡ് ടാക്സും എല്ലാം കൂടി ചേർന്ന് വരുന്നത്. ഇതും ആരോപണം മാത്രമാണോ? അല്ല. ഇതൊന്നും ആളുകൾ ചർച്ച ചെയ്യരുത് എന്നാണ് എങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ശ്രീ ശിവശങ്കർ പറഞ്ഞ പ്രസംഗം തന്നെ പെട്രോൾ ടാങ്കിലേക്ക് ഒഴിച്ചാൽ വണ്ടി ഓടും. ഈ എല്ലാം നമ്മുടെ ഇവിടെ ഈ ഒരു പക്ഷേ നമുക്ക് ഇത് തന്നെ ഒഴിച്ചാൽ, ഡീസലിന് പകരം കാർഷിക ആവശ്യങ്ങൾക്ക് ഈ പ്രസംഗം തന്നെ ഒഴിച്ചാൽ ആ ഡീസൽ ജനറേറ്റർ എല്ലാം പ്രവർത്തിക്കാൻ ട്രാക്ടറുകൾ ഓടിക്കാം. വീട്ടിൽ നമുക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആ പ്രസംഗം തന്നെ കത്തിച്ചാൽ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് വി ക്യാൻ ബേൺ ദ ഓവൻ എന്നുള്ള നിലയിലേക്ക്. ഇതൊന്നും ആരോപണമല്ല, ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. എന്താണോ BJP സർക്കാർ പറഞ്ഞത്, പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടാണ് ചെയ്യുക. ഇനി 7.66% മാത്രമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. അത് ഇവിടുത്തെ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫ്ലേഷൻ അല്ല. ഇനി 7.66 ഈ പറയുന്ന വിലക്കയറ്റം എത്തിയത് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ 2 കൊല്ലത്തിന് മുമ്പുള്ള ഇൻഫ്ലേഷൻ എത്രയായിരുന്നു?
കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള ഇൻഫ്ലേഷൻ എത്രയായിരുന്നു? ഇവിടെ ഒന്നാമത്തെ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴുള്ള ഇൻഫ്ലേഷൻ എത്രയായിരുന്നു? അതും കൂടി ഒന്ന് താരതമ്യം ചെയ്യ്. COVID-19 മഹാമാരിയുടെ കാലത്ത് ഇവിടെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു, കൂലി ഇല്ലാതാകുന്നു, വേതനമില്ലാതാകുന്നു, വരുമാനമില്ലാതാകുന്നു. അവരുടെ മേലാണ് ഈ ഇടുത്തി പോലെ ഇന്ധന വില വർധനവ് അടിച്ചേൽപ്പിക്കുന്നത്. ഇത് തെറ്റാണ്, ഇത് ജനവിരുദ്ധമാണ്, ഇത് രാജ്യദ്രോഹമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് കടന്ന കൈയായി പോകുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വാസ്തവത്തിൽ BJP ഗവൺമെന്റ് ഏറ്റവും വലിയ ജനദ്രോഹപരമായിട്ടുള്ള നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. കർഷകരുടേതായ പ്രക്ഷോഭമല്ല ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. അവരും ഇന്ധന വില വർധനവിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ മാത്രമല്ല ഇന്ധന വില വർധനവിനെ കുറിച്ച് പറയുന്നത്. ഇത് കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ മൊത്തം ബാധിക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇത് വോട്ട് ചെയ്യാനായി പോകുന്നവരും വോട്ടില്ലാത്ത കുട്ടികളും അടക്കം ഇത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്യണ്ട, ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് BJP പറഞ്ഞാൽ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചർച്ചയാക്കാൻ ശ്രീ ശബരിനാഥൻ